ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് വെള്ളക്കടല വെച്ചിട്ടാണ്. വെള്ളക്കടലയും 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, അപ്പോൾ ഇത്രയും സാധനങ്ങൾ. അപ്പോൾ വെള്ളക്കടല നന്നായിട്ട് കുതിർത്ത് വെച്ചതാണ്. ഏകദേശം ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വേണം അതുകൊണ്ടിട്ടാണ് അത്ര എടുത്തത്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ സവാള കൊത്തി അരിഞ്ഞതും കൂടി ഇടാണ്. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കണം നമ്മൾ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ചിക്കൻ മസാല ആട്ടോ ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല ഞാനൊരു 1 ടേബിൾ സ്പൂണോളം ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, കാരണം മസാലക്കകത്ത് കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഇടുക. അത് എല്ലാ മസാലക്കകത്തും ഉണ്ടാവില്ല, ഇതിലുണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു ടെക്സ്ചറിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിനൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടില്ല കേട്ടോ, 2.25 ഇട്ടിട്ടുണ്ട്. കോൺഫ്ലോറാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കോൺഫ്ലോറോ മൈദ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക, അതാകുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കടല മാത്രമേ ആകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പ് കിട്ടുമെന്ന്, അതുകൊണ്ടിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എല്ലാം ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ആക്കാൻ പോവാണേ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്താണെങ്കിലും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം. നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണം, എന്നാലാണ് കറക്റ്റ് ആവുള്ളൂ. ഡീപ്പ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു പകുതിയോളമെങ്കിലും മുങ്ങണം കേട്ടോ. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൻ്റെ ഉള്ളിലേക്ക് വെച്ചേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വടയുടെ ഉള്ളിൽ വേഗില്ല, പകരം പുറം നല്ല ബ്രൗണിഷ് കളറിൽ ഇങ്ങോട്ട് പോരും, അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് 2 സൈഡും നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു കളറിൽ വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് 2 സൈഡ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് എടുക്കാം. മതി, ഇത് കുക്കായിട്ടുണ്ട്. നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വെള്ളക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ മല്ലിയിലൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ടതാണ്, അത് എല്ലായിടത്തും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എന്താണെങ്കിലും ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങളായിട്ട് ഇനിയും വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.